ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ ഇങ്ങനെ കണ്ടപ്പോൾ അടിപൊളി. യൂട്യൂബിലാണ് നമ്മളെ ഇതിന്റെ ഒരു അപ്പൊ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ ഇത്ര വലിയൊരു ഡ്രാഗൺ സെറ്റ് ചെയ്തത് ഇവിടെ അല്ലേ? അതിന് അത്രയും ധൈര്യം പോന്നോ? ആ ധൈര്യം വന്നു. അപ്പൊ ചങ്കളെ ഞാൻ എന്നുള്ളതേ ഇതുപോലത്തെ 400ഓളം പോസ്റ്റുകളില് 1500-ൽ പരം തൈകൾ നട്ട ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു പ്ലാന്റിലാണ് എന്നുള്ളത് കേട്ടോ. നാസറാക്ക എന്ന് പറഞ്ഞ ആളാട്ടോ ഈ വലിയ പ്ലാന്റിന്റെ ഓണർ. ഒരു ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഇത്രയും വലിയ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ചോദിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ നാസറാക്ക. അപ്പൊ നാസറാക്ക ഹായ്. നാസറാക്ക, അപ്പൊ നമ്മളിതിന്റെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിട്ടോ. നമ്മളെ വീഡിയോസിലൊക്കെ നമ്മൾ ലാസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്. ഫസ്റ്റ് ഞാൻ ചോദിക്കണത്, ഈ സ്ഥലങ്ങളും ഈ തോട്ടങ്ങളൊക്കെ കാണുന്ന ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും ആ ചോദ്യം ചോദിക്കുമ്പോൾ. ഇത്രയും വലിയൊരു ഡ്രാഗന്റെ പ്ലാന്റ് തുടങ്ങാൻ ഫസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ, അതായത് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവില്ല, അത് എവിടെ നിന്ന് കിട്ടി? ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ ഇങ്ങനെ കണ്ടപ്പോൾ അടിപൊളി. യൂട്യൂബിലാണ് നമ്മളെ ഇതിന്റെ ഒരു അപ്പൊ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ ഇത്ര വലിയൊരു ഡ്രാഗൺ സെറ്റ് ചെയ്തത് ഇവിടെ അല്ലേ? ഇത് പുതുതായി തുടങ്ങുന്ന ആളുകൾക്ക് ഇത് ലാഭത്തിലാണോ അല്ല എന്ന് പറയാൻ പറ്റും നമുക്ക്? ഇത് 100% ലാഭത്തിലുള്ള ബിസിനസ്സാണ്, പക്ഷേ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ഇതാണ് നാസർ കാക്ക എന്ന കൃഷിക്കാരന്റെ ഹാർഡ് വർക്കിന്റെ ഫലം. കായകളാൽ നിറഞ്ഞു നിൽക്കുന്നതും പൂക്കളാൽ വിരിഞ്ഞു നിൽക്കുന്നതുമായ ഒരേക്കറിൽ 400ഓളം തൈകളാൽ നിറഞ്ഞു നിൽക്കുന്നതുമായ ഡ്രാഗൺ ഫ്രൂട്ടുകളുടെ ഈ ഒരു ലോകം. ഇന്നിപ്പോ നമ്മളിവിടെ വിളവെടുപ്പ് ഉണ്ടല്ലേ? വിളവെടുപ്പ് എടുക്കേണ്ടത് വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇതാണ് നാസറാക്ക വിളവെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. കട്ട് ചെയ്തിട്ട് കടകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരുക്കത്തിലാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന് എത്ര വർഷം ആയുസ് ഉണ്ടാവും നാസറാക്ക? ഇതിപ്പോ ഏകദേശം നമ്മളെ കേരളത്തിൽ എത്തിയിട്ട് ഒരു 10 വർഷത്തോളം ആയിട്ടുള്ളൂ. മറ്റുള്ള വിദേശങ്ങളിലുള്ള ഓരോ വീഡിയോസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു 25 വർഷത്തോളം ഇത് നിൽക്കുന്നുള്ളൊരു ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നാസറാക്ക, നമ്മളിപ്പോ ഇതിന് വളപ്രയോഗം എങ്ങനെ ചെയ്യണേ? വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മള് വേനൽക്കാലങ്ങളിൽ നമ്മള് സ്ലറി രൂപത്തിൽ കൊടുക്കും. വേനൽക്കാലങ്ങളിൽ അതായത് കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി പുളിപ്പിച്ചതിന്റെ ശേഷം നമ്മള് അതിക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ വേനൽക്കാലങ്ങളിൽ കൊടുക്കുന്നത്. മഴക്കാലങ്ങളിൽ നമുക്ക് കോഴിവളമാണ് ഏറ്റവും ഉത്തമം. അപ്പൊ നമ്മൾ ഈ വളപ്രയോഗമൊക്കെ പറഞ്ഞല്ലോ നാസറാക്ക, വേറെ രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് നമ്മള് ഓർഗാനിക് വളം മാത്രമേ ഇതിന് കൊടുക്കലുള്ളൂ. ഇതിന് നമ്മൾ രാസവളം നമ്മൾ ചെയ്തിട്ടില്ല. രാസവളം ചെയ്താലുള്ള പ്രശ്നം? രാസവളം ചെയ്താൽ പറഞ്ഞാൽ ഫ്രൂട്ട് ഒന്ന് വലുതാവും, പക്ഷെ ഫ്രൂട്ട് വേഗം ഡാമേജ് ആവും. ഇത് ഏകദേശം 15 ദിവസം വരെ നമുക്ക് ഇതിന് മറ്റേ ഫ്രിഡ്ജ് സൗകര്യം, ഫ്രീസറൊന്നും ഇല്ലാതെ തന്നെ ഈ സാധനം നമുക്ക് നിലനിർത്താൻ കഴിയും. നമുക്ക് ഇതിപ്പോ ഈ ഫ്രൂട്ട് കണ്ടില്ലേ, ഇത് ഏകദേശം ഒരു 450-500 ഗ്രാം ഉണ്ട്. രാസവളം ചെയ്താൽ ഇത് 800-900 ഗ്രാം ഒക്കെ ആവും. പക്ഷെ ഫ്രൂട്ടിന് കുറച്ച് ടേസ്റ്റ് കുറയും. കൂടുതൽ കാലം നമുക്ക് സൂക്ഷിക്കാനും പറ്റില്ല. ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റിൽ ഇതിന് നമുക്ക് റേറ്റ് കൂടുതലാണ്. നമുക്ക് കൂടുതൽ മാർക്കറ്റ് വില തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ? നമുക്ക് മാർക്കറ്റ് മാറ്റണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് കഴിക്കുകയാണ്. കട്ട് ചെയ്തിട്ടുണ്ടോ? നാച്ചുറൽ വളങ്ങൾ ഇട്ടിട്ടുള്ള നല്ല ഡ്രാഗൺ ഫ്രൂട്ടാണിത്. ഓക്കെ, ഉണ്ടാ അടിപൊളിയുണ്ടോ? എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അമേരിക്കൻ ബ്യൂട്ടി ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കഴിക്കുന്നതാണ്. സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ പറയണല്ലോ കേട്ടോ, കാരണം നേരത്തെ നാസറൊക്കെ പറഞ്ഞു നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങൾ പ്രയോഗിച്ചാൽ ഇതുപോലത്തെ ടേസ്റ്റുള്ള ഫ്രൂട്ടിനെ നമുക്ക് കഴിക്കാം. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് കീടങ്ങളുടെ ശല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാധാരണ കൃഷിക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് കീടങ്ങളുടെ ശല്യം നല്ല ഉണ്ടാവും. കീടങ്ങളെ ശല്യം ഇല്ല. അതിൽ മെയിനായിട്ട് നമുക്ക് വന്ന ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒച്ചുകളെ ശല്യം. രാത്രി വന്നാൽ ഈ ഒച്ചുകൾ വന്നാണ്ട് ഇതിന്റെയൊക്കെ ഈ എൻഡ് വന്നാണ്ട് ഒരു നാസാക്കി പോകും. അതിന് നമുക്ക് മരുന്നോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള മരുന്നൊന്നും നമ്മൾ കണ്ടു. നമ്മളിപ്പോ വന്നിട്ട് നമ്മളെന്താ നമ്മള് ഉപ്പ് എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് നമ്മളെ അവരെ നശിപ്പിക്കുന്ന സിസ്റ്റം ഉള്ളത്. പുതുതായിട്ടേ ഒരാൾ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ സഹായങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ തൈ വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ നമ്മൾ തൈ കൊടുക്കുക. അതല്ല നമുക്ക് സൈറ്റ് വന്ന് നോക്കിയാണ്ട് നമ്മള് സൈറ്റിൽ നമ്മൾ ഫുള്ള് ഇതുപോലെ നമ്മൾ പോസ്റ്റ് ഫിറ്റ് ചെയ്ത് നമ്മൾ തൈ വളമൊക്കെ ചെയ്ത് തൈ നമ്മൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്ലാന്റിന് ഈ ഒരു ലെവലിൽ എത്താൻ, ഇതിപ്പോ കായ്ഫലം പറിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ, ഈ ഒരു ലെവലിൽ എത്താൻ നമുക്ക് എത്ര കോസ്റ്റ് വരും? ഏകദേശം ഒരു 1500-ന്റെ മുകളിൽ ഈ സമയമാകുമ്പോൾ നമുക്ക് ചെലവ് പ്രതീക്ഷിക്കണം. ഈ ഒരു പോസ്റ്റിൽ ഇപ്പൊ നമ്മളെ എത്ര സ്റ്റെമ്പ് വെച്ചിട്ടാ ഇത് ചെയ്തത്? ഒരു പോസ്റ്റിൽ നമ്മൾ 4 തൈയാണ് വെക്കുന്നത്. 4 സൈഡിലും 4 ഭാഗങ്ങളിലായിട്ട് 4 തൈ നമ്മൾ വെക്കുന്നത്. കഴിയുന്നത് 4 തൈ ഒരേ അളവിലുള്ള തൈ വെക്കാണ് ഏറ്റവും നല്ലത്. പോസ്റ്റിന്റെ 4 വശങ്ങളിലായിട്ട് ഒരേ ഹൈറ്റിലായിരിക്കണം എന്തെങ്കിലും സ്റ്റെമ്പിനെ നമ്മൾ മണ്ണിൽ നാട്ടേണ്ട കേട്ടോ. അപ്പേ നമുക്ക് ഇതുപോലെ ഉണ്ടല്ലേ, ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരേ ലെവലിൽ ഈ പ്ലാന്റിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ, നല്ല നല്ല കായകൾ അതിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടല്ലേ. നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള നല്ല നല്ല കായകൾ. ഇതിന് ഉത്പാദനം കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ട് നമുക്ക്?
കായകളെ എണ്ണം കൂട്ടാൻ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ കാണുന്നില്ല. അതിലുള്ളത് എന്താ വെച്ചാൽ പരാഗണം ചെയ്താൽ ഫ്രൂട്ട് ഒന്ന് വലിപ്പം കൂടുന്നുണ്ട്. അതായത് സാധാരണ നാച്ചുറൽ അല്ലാത്ത നമ്മൾ തന്നെ വന്നാണ്ട് ഹാൻഡ് പോളിനേഷൻ ചെയ്താൽ ഒന്നും കൂടി ഒരു മെച്ചം തോന്നുന്നുണ്ട്. കായകൾക്ക് കാര്യങ്ങളും വലിപ്പം കൂടുന്നുണ്ട്, അതുകൊണ്ട് അതിന് ടേസ്റ്റ് കൂടുന്നുണ്ട്. പരാഗണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മള്, ഇതിലിപ്പോ ആണും പെണ്ണുണ്ടോ പൂവില്? അതെ, ഇത് ഒരു പൂവാണ്. ഈ പൂവിൽ തന്നെയാണ് ഇതിൽ മെയിലും ഫീമെയിലും ഉള്ളത്. അത് ശരി. ഇതിൽ തന്നെയാണ് ഉള്ളത്. കണ്ടില്ലേ, ഇതിപ്പോ ഇന്നലെ വിരിഞ്ഞ പൂവാണ് ഇത്. ഇത് പരാഗണൊക്കെ കഴിഞ്ഞ് ഇത് കണ്ടില്ലേ, ഉള്ളിൽ കണ്ടില്ലേ വേറൊരു ചെറിയൊരു പൂവ് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ മെയിൽ പാർട്ട്. ഇതൊക്കെ ഫീമെയിലാണ്. ഇതിൽ നമ്മൾ ഇതിന്റെ പൊടികൾ എടുത്താണ്ട് ഇതിലേക്ക് തട്ടി കൊടുക്കണം. ഇതിൽ കൂടെയാണ് ഇതിന്റെ പരാഗണം നടത്തിയത് ഫ്രൂട്ടായത്. അപ്പൊ എന്തായാലും കായകള് തൂക്കവും വണ്ണവും സൈസും കൂടും. അല്ലേ? എത്ര ഡിസ്റ്റൻസ് വേണം ഓരോ തൈകൾ തമ്മില്? ഓരോ പോസ്റ്റും തമ്മിൽ നമ്മൾ വെച്ചത് 9 അടിയാ. 9 അടി അല്ലേ? 8 അടി വെക്കുന്നവരുണ്ട്. പിന്നെ വാരം തമ്മില് 10 അടിയാണ് നമ്മൾ വെച്ചത്. 10 അടി, അതായത് 3 മീറ്റർ. ഇതിപ്പോ എത്ര സമയമായി നമ്മൾ വിളവെടുപ്പ് തുടങ്ങിയിട്ട്? ഇതിപ്പോ നമ്മൾ ഏകദേശം ഒരു 1.5 കഴിഞ്ഞ് ഏപ്രിൽ ഇതിന്റെ ഫ്ലവർ വന്ന് മെയ്യിൽ നമുക്ക് ഫ്രൂട്ട് കിട്ടൽ തുടങ്ങി. ഇതിപ്പോ ജൂൺ ആയില്ല. അപ്പൊ ഇതിന്റെ മുന്നേ 2 മാസമായി. 2 മാസമായിട്ട് നമ്മള് വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഒരു 1.5 മാസമായി. 1.5 മാസമായി തുടങ്ങിയിട്ട്. ഏപ്രിൽ 1 നമുക്ക് ഇതിന്റെ ഫ്ലവർ വന്നിരുന്നു അല്ലേ? ഇപ്പൊ നമ്മള് ഒരു ദിവസം ശരാശരി എത്ര ബാഗ് വരെ നമുക്ക് ഒന്ന് കൊണ്ടുപോകാൻ പറ്റും സുമാറ്? അങ്ങനെ ഒരു ഏകദേശം ഇപ്പൊ ഒരു 2 ക്വിന്റൽ അങ്ങനത്തെ ഒരു ആവറേജ് ഇപ്പത്തെ ഇതിൽ പോകുന്നത്. ഇതിന്റെ മുന്നൊക്കെ കുറച്ച് കുറവായിരുന്നു. ഇപ്പൊ കുറച്ച് കൂടുതൽ ഉണ്ട്. ഇനി അടുത്ത ഫ്ലവറിങ് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ അത്യാവശ്യം ഫ്രൂട്ട് ഉണ്ട്. രാസവളങ്ങൾ ഉപയോഗിക്കാതെ നാച്ചുറൽ വളങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ നാസർ കാക്കട്ടോ. ഓരോരോ വിളവെടുപ്പിലും 8ഉം 10ഉം ബോക്സുകളിലായിട്ട് ഇദ്ദേഹം കടകളിലേക്ക് ഇത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോരോ പ്ലാന്റിലും പഴുത്തു നിൽക്കുന്ന നിറയെ കായകളോട് കൂടിയ ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് ഈ കാണുന്നത് കേട്ടോ. കരുത്തുറ്റ ഓരോരോ പ്ലാന്റിലും 600 ഗ്രാം വരെ തൂക്കം വരുന്ന കായകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത്രയും വലിയ ഡ്രാഗൺ ഫ്രൂട്ടുകളുടെ കൃഷിത്തോട്ടം സെറ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂർ പഞ്ചായത്തിലാണ്. 1 ഏക്കർ വരുന്ന സ്ഥലത്ത് നാസർ കാക്ക ഈ ഒരു കൃഷി ഇവിടെ ഒരുക്കി വെച്ചത്. ഇതുപോലത്തെ പൂക്കളൊക്കെ വിരിഞ്ഞ് പരാഗണൊക്കെ ചെയ്ത് കായകളൊക്കെ ഈ ഒരു ലെവലിലേക്ക് എത്തി മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റൈലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ലാഭകരമാണെന്നാണ് നാസറാക്ക പറഞ്ഞു കേട്ടോ. 100% വിജയിക്കും. അതാണ് ഇതുപോലത്തെ സൈറ്റ് തിരഞ്ഞെടുക്കണം. അതായത് സൈറ്റാണ് മെയിൻ പ്രധാനം. ഫുൾ വെയിൽ വേണം. പിന്നെ വെള്ളത്തിനുള്ള സ്രോതസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സംഗതി സെറ്റാണ്. സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ആണെങ്കിൽ 100% നാസറൊക്കെ പറഞ്ഞത് ഇത് വിജയിക്കും എന്നാ പറഞ്ഞത് അല്ലേ? ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയോട് അനുബന്ധിച്ച് തന്നെ വേറെ വല്ല കൃഷിയും തുടങ്ങിയിട്ടുണ്ടോ? നമ്മള് 1 ഏക്കർ സ്ഥലത്ത് റംബുട്ടാൻ കൂടി ഉണ്ട്. റംബുട്ടാൻ 1 ഏക്കർ സ്ഥലത്ത്. ഇതിപ്പോ 1 ഏക്കറല്ലേ? ഇത് ഡ്രാഗൺ ഫ്രൂട്ട് 1 ഏക്കർ, റംബുട്ടാൻ 1 ഏക്കർ. 1 ഏക്കറില് എത്ര തൈകൾ വെച്ചിട്ടുണ്ട് നമ്മള്? ഏകദേശം 100 തൈന്റെ അടുത്തുണ്ട്. 100 തൈകൾ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം ചെയ്തതാണ്. 1 വർഷമായിട്ടുള്ളൂ. 2 തൈമല് ഇപ്രാവശ്യം ഫ്രൂട്ട് റെഡിയാണ്. അതിന് നമുക്ക് വിളവെടുക്കാൻ എത്ര ഇയർ എടുക്കും സുമാറ്? റംബുട്ടാൻ അടുത്ത വർഷത്തില് ഏകദേശം തൈമലൊക്കെ ഫ്രൂട്ട് റെഡി ആവും. അപ്പൊ ഞങ്ങളെ ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാൻ നാസറാക്കാനെ ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ സഹായങ്ങളും ഇദ്ദേഹം ചെയ്തിട്ടോ. ഇനിയും നല്ല നല്ല കൃഷികൾ ചെയ്ത് വിജയം കൈവരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ എല്ലാ ആശംസകളും നേർന്ന് ഞാൻ വീഡിയോന്റെ അടുത്ത വർഷം നമുക്ക് റംബുട്ടാന്റെ വീഡിയോ ചെയ്യണം. അപ്പൊ അടുത്ത വർഷം നാസറാക്കാനായി റംബൂട്ടാന്റെ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതാണ്. ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഇനി വരും. അതിലേക്കും താങ്ക് യു.